എന്നെ വിമോചിപ്പിച്ചത് ആ പ്രവാചകന്റെ ആഗമനമാണോ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. അങ്ങനെ ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് അല്ലാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി തീരുക എന്നുള്ളതാണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ അങ്ങയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്, അങ്ങയെ ഞാൻ ഹൃദയത്തിൽ സ്നേഹിക്കുന്നു. എന്റെ സ്വന്തം കഴിഞ്ഞാൽ, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ അങ്ങയെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അല്ല ഉമറേ, പോരാ, നിന്റെ സ്വന്തത്തെക്കാൾ എന്നെ സ്നേഹിക്കുമ്പോഴാണ് നീ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തത്തെക്കാൾ, നമ്മുടെ സ്വത്തിനേക്കാൾ, നമ്മുടെ ഇഷ്ടത്തെക്കാൾ അല്ലാഹുവിന്റെ പ്രവാചകനായിരിക്കണം നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത്. ആ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ആ ഇഷ്ടം നമ്മുടെ കർമ്മങ്ങളിൽ നിഴലിച്ച് നിൽക്കണം. ആ ഇഷ്ടം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവണം. കാരണം പ്രവാചകൻ എനിക്ക് വഴികാട്ടി തന്ന പ്രവാചകനാണ്. കാരണം ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. പ്രവാചകനെ ഒരു സാക്ഷിയായിക്കൊണ്ട്, അതുപോലെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ട്, താക്കീത് നൽകുന്നവനായിക്കൊണ്ടാണ് നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. പ്രവാചകൻ സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. സന്തോഷമുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആത്യന്തികമായി നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്ന സ്വർഗ്ഗത്തെ കുറിച്ചാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആത്യന്തികമായി നമുക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കുന്ന നരകത്തെ കുറിച്ചാണ് പ്രവാചകൻ താക്കീത് നൽകിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് താക്കീത് നൽകാനും സ്വർഗ്ഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുവാനും, അതുപോലെ ഈമാനിന്റെ, ഇസ്ലാമിന്റെ നേർസാക്ഷ്യമായിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ രൂപമായിക്കൊണ്ട് നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ലോകത്തിന്റെ പ്രവാചകനെ നമ്മളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. കുറെ തത്വങ്ങൾ പറഞ്ഞു പോയ ഒരു പ്രവാചകനല്ല, മനുഷ്യർക്ക് പ്രാക്ടിക്കലാക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന, ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമല്ലോ. ആ മഹാന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ അതിന്റെ ഉള്ളറകളിലേക്ക് വായിച്ചു പോകുമ്പോൾ അത് അപ്രായോഗികമാണ് എന്ന് കാണാൻ കഴിയും. അവരൊക്കെ പറഞ്ഞ സിദ്ധാന്തങ്ങൾ കാലത്തിൽ കൊള്ളാത്തതാണ് എന്ന് കാണാൻ കഴിയും. ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തതാണ് എന്ന് കാണാൻ കഴിയും. അത് പറഞ്ഞ വ്യക്തികൾക്ക് പോലും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്ത ഭാരമുള്ള കാര്യങ്ങളാണ് അവരൊക്കെ പറഞ്ഞു വെച്ചത് എന്ന് കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ അത്തരം ഫിലോസഫർമാരിൽ നിന്ന്, അത്തരം ദാർശനികന്മാരിൽ നിന്ന്, ബുദ്ധിജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ലോകത്തിന് പ്രാക്ടിക്കലായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള ഒരു മതദർശനം പഠിപ്പിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മൾ നമ്മുടെ സ്വന്തത്തെക്കാൾ, നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, ഇത്തിബാഅ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മുടെ വാപ്പയെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞത് കേൾക്കുക എന്നതാണ്. വാപ്പയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ വാപ്പയെ സ്നേഹിക്കുന്നത്, പക്ഷെ വാപ്പ പറഞ്ഞതൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ആ സ്നേഹം കൊള്ളയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. കാരണം ലോകത്തിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലേക്കുമുള്ള അധ്യാപനങ്ങളുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രവാചകൻ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഒരു മുമ്പിനെ കണ്ടുമുട്ടണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പൊതുസമൂഹത്തോട് സംസാരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സംസാരത്തെ കുറിച്ച് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. പ്രവാചകൻ വളരെ വ്യക്തമായി കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. മാത്രമല്ല, പ്രവാചകൻ മറ്റുള്ളവരെ കേൾക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. പ്രവാചകൻ മറ്റുള്ളവരെ കേൾക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാണ്. ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കേൾക്കാനും ഭർത്താവിന് ഭാര്യയെ കേൾക്കാനും സമയമില്ല. മക്കൾക്ക് വാപ്പയെ കേൾക്കാനോ വാപ്പക്ക് മക്കളെ കേൾക്കാനോ സമയമില്ല. പൊതുസമൂഹത്തിൽ ഇടപെടുന്ന കൂട്ടുകാർ തമ്മിൽ പരസ്പരം കേൾക്കുന്നില്ല.
കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയ സമയത്ത് മഹദി സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അവിടെ രണ്ടുപേരും കുറച്ച് അകലെ നിൽക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ഭാര്യ സഫിയയാണ്. അവർ ചോദിച്ചിട്ടില്ല ഇത് ആരാണ് പ്രവാചകന്റെ അടുക്കൽ വന്നുപോയത് എന്ന്. പക്ഷെ പ്രവാചകൻ ക്ലാരിറ്റി വരുത്തുകയാണ്, ഒരു സുതാര്യത വരുത്തുകയാണ്. എന്റെ ഭാര്യയാണ്, എന്നെ സന്ദർശിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് ആ രണ്ടുപേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി, സംശയങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടി ഒക്കെ പ്രവാചകൻ കാണിച്ചിട്ടുള്ള മാതൃക നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രവാചകന്റെ സ്വഭാവം പറഞ്ഞു, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മുടെ ഭാര്യമാർ നമ്മുടെ സ്വഭാവം ഖുർആനായിരുന്നു, അല്ലെങ്കിൽ ഖുർആനാണ് എന്ന് പറയുമോ എന്നാണ് ഞാനും നിങ്ങളും ഒക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതം ഖുർആൻ അനുരൂപമായിക്കൊണ്ട് നീങ്ങുന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അപ്പൊ പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ സംസ്കാരം, പ്രവാചകന്റെ വർത്തമാനങ്ങൾ, ഇടപാടുകൾ, ഇടപെടലുകൾ, അതുപോലെ തന്നെ കുട്ടികളോടുള്ള പെരുമാറ്റം, അതുപോലെ പ്രവാചകന്റെ നേതാവാണ് എന്നുള്ള രൂപത്തിലുള്ള പെരുമാറ്റം, ഒരു ഭരണാധികാരി എന്ന രൂപത്തിലുള്ള പെരുമാറ്റം, ഒരു രാജ്യ തലവനാണ് എന്നുള്ള രൂപത്തിലുള്ള പെരുമാറ്റം, മറ്റു മതവിഭാഗങ്ങളിലുള്ള ആളുകൾ വരുമ്പോൾ അവരുമായിട്ട് സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന മര്യാദയും പെരുമാറ്റവും ഒക്കെ തന്നെയും മദീന ജീവിതത്തിൽ പ്രവാചകന്റെ ജീവിതം നമുക്ക് കാണുന്നത് അങ്ങനെയാണ്. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നവര്, പ്രവാചകനോട് അസൂയ പുലർത്തുന്നവര്, പ്രവാചകനോട് ഏറ്റവും വലിയ വിദ്വേഷം വെച്ച് പുലർത്തുന്നവര് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ജൂതർക്കിടയിൽ പ്രവാചകൻ ജീവിച്ചപ്പോ അവരുമായിട്ട് പ്രവാചകൻ കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പ്രവാചകൻ അവരുടെ അടുക്കൽ പണയം വെക്കുകയാണ്. മറ്റുള്ള മുസ്ലിം ധനാഢ്യന്മാരൊന്നും അവിടെ ഇല്ലാതിട്ടല്ല പ്രവാചകന്റെ പണയം വെക്കുന്നത് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ അടുക്കലായത്. അതൊക്കെ ചില പാഠങ്ങളാണ്. നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത്തരം സമർപ്പിത്വവും സ്നേഹവും സൗഹൃദവും ഒക്കെ വേണ്ടി വരുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഓരോ കാര്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ആ പ്രവാചക ജീവിതത്തെ ഇത്തിബാഴ് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകന്റെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുക, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കുക. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, മൗനാനുവാദം, ഇതൊക്കെയാണ് സുന്നത്ത് അല്ലെങ്കിൽ പ്രവാചകചര്യ എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. പ്രവാചകനെ അനുസരിക്കുന്നത് അല്ലാഹുവിനെ അനുസരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അവന്റെ പ്രവാചകനെ അനുസരിക്കേണ്ടതുണ്ട്. കാരണം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനമായി കൊണ്ടാണ് ആ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും നല്ല മാതൃകകൾ, ഏറ്റവും നല്ല മാതൃകാ ജീവിതം, റോൾ മോഡലായിരുന്നു ലോകത്തിന്റെ പ്രവാചകൻ. ആ റോൾ മോഡലായ പ്രവാചകനെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് സ്നേഹം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മുസ്ലിം സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. തെരുവുകളിലും ആളുകളിലും വീടുകളിലും ഒക്കെ തന്നെയും പ്രവാചക സ്നേഹത്തിന്റെ ഉപരിപ്ലവമായ അല്ലെങ്കിൽ പുറമേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുക എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകൾ കാണുമ്പോൾ ലജ്ജിച്ച് തലകാട്ടി പോവുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സത്യവിശ്വാസി തന്റെ സ്വന്തത്തേക്കാൾ സ്നേഹിക്കണം, ജീവനേക്കാൾ സ്നേഹിക്കണം. അതെങ്ങനെ സ്നേഹിക്കണം? പ്രവാചകനെ ഫോളോ ചെയ്തുകൊണ്ട്, പ്രവാചക പാത പിന്തുടർന്നുകൊണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അങ്ങേയറ്റത്തെ മാതൃകയുണ്ട്, മഹത്തായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വമാ ആതാകുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, കൊണ്ടുവന്നതിനെ നിങ്ങൾ ഉൾക്കൊള്ളുക. പ്രവാചകൻ നിരോധിച്ച കാര്യങ്ങളെ
നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വിരോധിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ ഒരു കാര്യം വിരോധിച്ചു, അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എന്റെ രാജ്യത്തിന് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പരിമിതമായ ബുദ്ധിയുടെ തട്ടിലിട്ടുകൊണ്ട് അതിനെ അളക്കാനല്ല ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടത്. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു, അതിനെ യാതൊരു വൈമനസ്യവും കൂടാതെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിശുദ്ധമായ മനസ്സിന്റെ ഉടമയായി തീരുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. അതുപോലെ പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവികമായ ബോധനത്തിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹികളായി നമ്മൾ മാറണം, യഥാർത്ഥ റസൂലിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം. അതെങ്ങനെ മാറണം? പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട്, പ്രവാചകന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, വിദഗ്ധകളിൽ നിന്ന് വിട്ടുന്നുകൊണ്ട്, പുത്തനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ജീവിതം നയിച്ചുകൊണ്ടായിരിക്കണം പ്രവാചക സ്നേഹികളായി നമ്മൾ മാറേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സ്വന്തത്തെക്കാൾ, നമ്മുടെ സ്വത്തിനേക്കാൾ, നമ്മുടെ എല്ലാ അധികാരത്തെക്കാളും പ്രിയപ്പെട്ടവൻ അല്ലാഹുവും അവന്റെ റസൂലുമായി തീരണം. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ച കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. ആ ജീവിതചര്യ ജീവിതത്തിൽ ഫോളോ ചെയ്തുകൊണ്ടാണ് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ല, ഞാൻ പ്രവാചക സ്നേഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഇഷ്ടമില്ലാത്ത, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. പൊതുവെ ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന അടിസ്ഥാനത്തിലാണ്. മുഹമ്മദ് നബിയുടെ ജന്മദിനമല്ലേ, എന്താ ഭക്ഷണം വെച്ചാല്, എന്താ ഒരു ജാഥ നടത്തിയാല്, എന്താ തോരണം തൂക്കിയാല്, എന്താ നബിയുടെ മധു പാടിയാല്, ഇങ്ങനെ നല്ലതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പുത്തനാചാരങ്ങൾ, ബിദ്അത്ത് എന്ന് പറയും ഇസ്ലാമിൽ, അതൊക്കെ കടന്നു വരുന്നത്. സ്നേഹം വഴിതെറ്റിയിട്ടാണ് ആരാധനയിലേക്ക് പോകുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നസ്രാനികൾ നന്നായി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് വഴിതെറ്റിയിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവപുത്രനായി അവരോധിക്കുന്നതിലേക്ക് നീങ്ങിയത്. അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം, പ്രവാചക കുടുംബത്തോടുള്ള ഏറ്റവും വലിയ സ്നേഹം വഴിതെറ്റിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പടച്ചോന്റെ സ്ഥാനത്താണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്. മുഹമ്മദ് നബിയോടുള്ള സ്നേഹം വഴിതെറ്റിയിട്ട് മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വഴിതെറ്റുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് നബിയെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങളുടെ തെറ്റ് പൊറുക്കണേ എന്ന്. ഈ പാട്ടും പാടിയിട്ടാണ് റോട്ടിലൂടെ, തെരുവിലൂടെ ഒക്കെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് മദദ്, പ്രവാചകനെ സ്തുതിക്കുക, പ്രവാചകനെ പ്രകീർത്തിക്കുക എന്നൊക്കെ പേരിൽ വിളിച്ചു പറയുന്നത്. അതാണ് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി പ്രവാചകരെ. അല്ലാഹുവും അവന്റെ റസൂലും ബദരീങ്ങളും ഉഹദീങ്ങളും പ്രവാചകനോടൊപ്പം വളർന്ന സഹാബാക്കളും ഒക്കെ ദുരന്തഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ പരമകാരുണികനായ അല്ലാഹുവിനോടാണ് തേടിയത്. അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അവരുടെ തെറ്റുകൾ അല്ലാഹുവിനോടാണ് അവർ ഏറ്റുപറഞ്ഞത്. സൃഷ്ടികളോട് തെറ്റ് ഏറ്റുപറയുവാൻ, അല്ലെങ്കിൽ സൃഷ്ടികളോട് തെറ്റ് പുറത്തു തരണേ എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് അധികാരമില്ല, അവകാശമില്ല. അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, വലിയ പാപമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ബിദ്അത്തുകളിലും വിശ്വാസ വ്യതിയാനങ്ങളിലും ആളുകൾ സ്നേഹത്തിന്റെ പേരിൽ ചെന്ന് അകപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുത്തനാചാരം ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടിയിട്ട്, നല്ലതല്ലേ എന്ന അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആളുകൾ ആ അബദ്ധം അല്ലാഹുവിനോട് ഏറ്റുപറയുകയില്ല. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് പെട്ടെന്നൊന്നും മോചിതരാകുകയില്ല. കാരണം അത് നല്ലതല്ലേ എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു പോവുകയാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ആളുകൾ വേഗം മോചിതരാകും.
ചെയ്യുന്ന ആളുകൾ അതൊക്കെ നല്ലതല്ലേ എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ബിദ്അത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ, മതവിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ മതത്തിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ മതത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ഇത് കാരുണ്യത്തിന്റെ മതമാണ്, മാനവികതയുടെ സന്ദേശമാണ്. മനുഷ്യർക്ക് കാരുണ്യമായി കൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം അറബിയിൽ ഓതുന്ന ഖുതുബകളിലൊക്കെ തന്നെയും, അറബിയിൽ വായിക്കുന്ന ഖുതുബണ്ടല്ലോ, ആ ഖുതുബകളിലൊക്കെ തന്നെയും പ്രവാചകന്റെ ജന്മദിനമല്ല പറയുന്നത്, പ്രവാചകന്റെ മരണത്തിന്റെ വേദനയും പ്രവാചകന്റെ മരണത്തിന്റെ ദുഃഖവും വിഷമവും പറയുന്ന പ്രസംഗമാണ് ഇന്ന് എല്ലായിടത്തും നിർവഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ പോലും പ്രവാചകന്റെ മരണമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി കൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ നിൽക്കുന്നത്. പ്രവാചകന്റെ മരണമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. പ്രവാചകന്റെ ആ ജന്മദിനത്തോടനുബന്ധിച്ച് ആളുകൾ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ പ്രവാചകൻ മരിച്ച മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. ആ ദുരന്തമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഇന്ന് ഖുതുബയുടെ ഏടുകളിലൊക്കെ വായിക്കുന്നത്. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നും അറിയാതെ തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ ഇത്തരം ഉപരിപ്ലവമായ കാട്ടിക്കൂട്ടലുകളും പൊങ്ങച്ചങ്ങളും ധൂർത്തും ദുർവ്യയങ്ങളും ഇതിന്റെ പേരിൽ നടക്കുമ്പോൾ അത് ഇസ്ലാം ഇഷ്ടപ്പെടാത്തതാണ്, പ്രവാചകൻ ഇഷ്ടപ്പെടാത്തതാണ്, ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ് എന്ന് സാന്ദർഭികമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം വിദഗ്ധകളിൽ നിന്ന്, പുത്തനാചാരങ്ങളിൽ നിന്ന് നമ്മുടെയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ. ഇന്ന് പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മസ്ജിദ് ഫണ്ടാണ് ഇന്ന് സ്വരൂപിക്കുന്നത്. അല്ലാഹുവിന്റെ ഭവനങ്ങൾ പടുത്തുയർത്താൻ, അവരെ സുജൂദ് ചെയ്യുവാനുള്ള ഭവനങ്ങൾ നിർമ്മിക്കുന്നതിൽ എല്ലാവരും തന്നെ ഭാഗമാക്കാവുക, പങ്കാളികളാവുക എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ റഹ്മാൻ റഹീമായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, അവരുടെ ഒക്കെ ഖബറുകൾ അല്ലാഹുവേ നീ പ്രകാശിപ്പിക്കണമേ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗഭൂതോപ്പിൽ അവരെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി തളർന്ന അനവധി ആളുകൾ അല്ലാഹുവേ ഈ ജുമഅയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സൗഭാഗ്യവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ. രോഗികളായി കിടക്കുന്ന ആളുകൾ അല്ലാഹുവേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമം അനുഭവിച്ചു കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ നിർഭയത്വം പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا